ഓഹോ, സിംഹത്തിരുന്ന് ഒരാഴ്ചത്തേക്കുള്ള ഇറച്ചിയാവുമെന്നാണ് തോന്നുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ലോഗ് വളരെ സ്പെഷ്യലാണ്. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് പോകുന്നത് സിംബാബ്വേയിലെ ഒരു ലയൺസ് പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കാടിനുള്ളിലൂടെയാണ്. എല്ലായിടത്തും മരങ്ങളും പാറകളും മൃഗങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചെല്ലുമ്പോഴേ ആദ്യം കണ്ടത് സീബ്രകളെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സീബ്രകൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ജിറാഫ്, മാന്, കാട്ടുപന്നി, ഇംബാല അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളെ നമുക്ക് കാണാനാകും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നമുക്ക് നമ്മുടെ തന്നെ വാഹനങ്ങളിൽ വന്ന് ഇവിടെ മൃഗങ്ങളെയെല്ലാം കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതൊരു ഓഫ് റോഡ് യാത്രയായതുകൊണ്ട് തന്നെ നമുക്കൊരു സഫാരി എക്സ്പീരിയൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുട്ടി മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സിംഹത്തെ കാണാനാണ് കേട്ടോ. അങ്ങനെ സിംഹങ്ങളുള്ളൊരു ഓപ്പൺ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സിംഹങ്ങളെ എല്ലാം കേജിലല്ല കേട്ടോ ഇടുന്നത്. ഈ കാണുന്ന ഇത്രയും വലിയൊരു ഓപ്പൺ ഏരിയയിലാണ് ഇടാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനങ്ങളിൽ ഇതിനുള്ളിലേക്ക് പോകാനും സിംഹങ്ങളെ അടുത്ത് കാണാനും സാധിക്കും. അതെ, നമ്മുടെ വണ്ടിയുടെ ഗ്ലാസും ഡോറും ഒക്കെ നമ്മുടെ സേഫ്റ്റിക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം ഇതിനുള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേ ആദ്യം ഈ ഒരു ആശാനെയാണ് കണ്ട കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ട് ഞങ്ങൾ കുറച്ച് സിംഹങ്ങളെ കണ്ട കേട്ടോ. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ നല്ല പേടിയും എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തായിരുന്നു ഇവരെ കാണുന്നത്. ഇങ്ങോട്ട് നോക്കി ഞാൻ കറക്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യുക.
ഓഹോ, സിംഹത്തിരുന്ന് ഒരാഴ്ചത്തേക്കുള്ള ഇറച്ചിയാവുമെന്നാണ് തോന്നുന്നത്. എനിക്കൊന്നും കാണാൻ വയ്യ ചേച്ചി. ക്ലാരിറ്റി ഇല്ല. ഗ്ലാസ് കേറിയും ഇതിനെ അങ്ങോട്ട് കേറിപ്പോടാ, പെട്ടെന്ന് പോടാ. എനിക്ക് അതവിടെ നിക്കട്ടെ. അല്ല എനിക്ക് ഗ്ലാസ് കൂടെ ഈ ഗ്ലാസ് കൂടെ എടുക്കാൻ പറ്റിയത് ക്ലിയർ അല്ല. അവിടെ നിന്ന് ഇതിന് നോക്കട്ടെ. റിവേഴ്സ് എടുത്താലോ? പോവാം. നീ വെയിറ്റ് ചെയ്യണ്ട കേട്ടാ. നല്ല ഉയരാണ്. വണ്ടി ഉള്ളടി അങ്ങനെ വണ്ടിയുടെ ചുറ്റും ഇവർ ആക്രമിക്കാനൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഞങ്ങൾക്ക് വണ്ടി മേൽഭാഗം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് കയറിയാലോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. ഇത് എന്തായാലും ഒരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒത്തിരി നേരമൊന്നും ഞങ്ങളവിടെ നിന്നില്ല, ഉള്ള ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പം അവർ വണ്ടിയിലേക്ക് കയറിയതിൻ്റെ പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പെയിൻ്റൊക്കെ പോയി. പക്ഷെ സാരമില്ല, ഞങ്ങൾക്ക് സിംഹത്തിന് ഇത്രയും അടുത്ത് കാണാൻ പറ്റിയല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന വൈൽഡ് ലൈഫ് നേരിട്ട് കാണുന്ന ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ കാണുന്നതിലുപരി വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ നേരിട്ട് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സിംബാബ്വേയിലുള്ളവരും സിംബാബ്വേയിലേക്ക് വരുന്നവരും എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക.